കോളേജിൽ കൊണ്ട് അഗ്നിക്കാക്കിയാണ് ഛർദ്ദിപ്പിച്ചിട്ട് കോളേജിൽ കൊണ്ട് അഗ്നിക്കാക്കിയാണ് എന്നിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് മുള്ളിക്ക് കല്ലിനോ അവസാനം റിസൾട്ട് വന്നപ്പോ മുള്ളിക്ക് കല്ലിനോ വന്നില്ല. വലിയ പ്രതീക്ഷയിലാണോ കരളി രോഗം വന്നു കഴിഞ്ഞാൽ ബോഡികളൊക്കെ കിട്ടും. നേരെ 2 സർജറി ഹോസ്പിറ്റൽസ് എല്ലാം സ്റ്റേ എല്ലാം കൂടെ പറഞ്ഞുകൊണ്ടൊക്കെ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയായിരുന്നു. കരളി രോഗം മുരളിക്ക് കരളി രോഗം എന്തായിരുന്നു അത് ചീറ്റിപ്പോയി. പിന്നെ ഇവിടെ മുരളിയായിട്ട് ഇരിക്കാൻ വന്നപ്പം മുരളിക്ക് ഷുഗറാ മുരളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഞാൻ ചോദിച്ചു മുരളിയോട് ആണോ മുരളി ചുമ്മാ കഴിച്ചി ബോർഡർ ലൈൻ രണ്ടെല്ലാം കൊടുത്തിങ്ങനെ വെച്ചിരിക്കുക മുരളിക്ക് ഷുഗറാ ഇങ്ങനെ നടക്കുക. നമ്മുടെ മുഖത്തൊക്കെ അടിച്ചിങ്ങനെ ഇതൊക്കെ പിഗ്മെന്റേഷൻ ഇങ്ങനെ വരുന്നതാണ് പിഗ്മെന്റേഷൻ. പിന്നെ മുഖത്തോടെല്ലാം ഇതാക്കി എല്ലാം കറപ്പിച്ച് ഓരോ വിഷമാർഗം എല്ലാം കൂടെ അടിച്ചേച്ച് കരളി രോഗം നമ്മുടെ നല്ല വെളുത്ത ഫോട്ടോസൊക്കെ അതൊക്കെ പോസ്റ്റ് ചെയ്യാനായിട്ട് അന്നിട്ടു ഇച്ചിട്ട് കരളി രോഗം. ഇന്നലെ മുക്കും അത് എങ്ങാണ്ട് പോയെന്ന് വരുത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷത്തെ 1 വർഷത്തിന് മുമ്പുള്ള മുക്കും എവിടെയോ പോകുന്ന മുക്കുമിന്റെ മുക്കും പോകുന്നുണ്ടെങ്കിൽ മുക്കുമിന്റെ അച്ഛന്റെയോ അമ്മയുടെ കേന്ദ്രയിലും ചിടാവ ഇത് രണ്ടുമാണ്. ചിടാവ മുക്കുമിന്റെ അമ്മയുടെ പ്ലേസ്, കേന്ദ്രി എന്ന് പറയുന്ന അച്ഛന്റെ സ്ഥലം. ഇത് തമ്മിൽ 1 hour ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പൊ അവിടെ ആയിരിക്കും മുക്കും പോകുന്നത്. അവിടെ പോയെന്ന് വെച്ചാൽ കുറെ ഇതൊക്കെ നമ്മളോട് മുക്കും വള്ളി പുള്ളി വിടാതെ എല്ലാം പറയും. മനസ്സിലായില്ലേ? ഹീസ് മൈ പാർട്ട്ണർ സോ ഹി വിൽ ടെൽ മീ എവരിതിങ്. അപ്പൊ മുക്കുമിനെ ഇതുപോലെ നടക്കുകയാണ്. മുക്കുമിന്റെ സിസ്റ്ററുണ്ട് ഇതുപോലെ നമ്പർ 1 കല്യാണം. കുറെ പൈസയൊക്കെ വേണം. ഒന്നും ഇല്ലായിരുന്നു കല്യാണത്തിന്. എന്താ പറയാ ഒരുപാട് കൊണ്ടുപോലും നമ്മൾ കണ്ടില്ല അവിടെ പൈസ തരുന്നത്. ഏതാണ്ടെല്ലാം ഭയങ്കര സ്വർണത്തിന്റെ എന്തൊക്കെയോ കാണിക്കലായിരുന്നു മുക്കുമിനെ. മുക്കും ഇങ്ങനെ വാങ്ങിച്ചു സ്വർണ്ണക്കടയിൽ ഇത്ര വാങ്ങിച്ചു 16 ലക്ഷത്തിന്റെ ഒക്കെ വാങ്ങിച്ചു. ഇപ്പം എന്നിട്ട് ഒന്നും കണ്ടില്ല അദ്ദേഹത്തൊന്നും. ഇങ്ങനെയൊക്കെയാണ് കള്ളത്തരം പറഞ്ഞുണ്ടാക്കുന്നത്. നമ്മൾ ഇതാ കഴിക്കുന്നുണ്ടോ പപ്പയ നമ്മളെ അടിച്ചങ്ങ് വീർപ്പിക്കുക. 11 മണിയായി നമ്മൾ ഒരു വെള്ളം പോലും കുടിച്ചിട്ടില്ല. പച്ചവെള്ളമാണ് കഴിക്കുന്നത്. വെള്ളമാണ് കുടിക്കുന്നത്. അല്ലാതെ ഒന്നും കഴിക്കുന്നില്ല. ഇതാണ് പപ്പയാണ് കഴിക്കുന്നത്. 2 മണി വേണമെങ്കിൽ ഒന്നും കഴിക്കാതെ ഇരിക്കാൻ എനിക്ക് നല്ല ഇതാണ്, നല്ല ആരോഗ്യമുണ്ട്. അപ്പൊ ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ പുറകിൽ. എങ്ങനെയെങ്കിലും സ്ട്രോക്ക് വേണം, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ എന്നാണ് വരികയാണ്. ക്യാൻസർ 40-ാം വയസ്സിൽ ക്യാൻസർ വന്നിട്ട് 106 വയസ്സ് വരെ ജീവിച്ചു. നമുക്കപ്പം അത് ഭയങ്കര. പിന്നെ നമ്മളെ കുറിച്ച് കഥകൾ ഉണ്ടാക്കണം. അത് ഡൽഹി വെച്ചും അങ്ങനെയായിരുന്നു. എല്ലാം ഇരിപ്പുണ്ട്. ഞാൻ ഈ യൂട്യൂബ് കറക്റ്റായിട്ട് ആദ്യമായിട്ട് കാണുന്നവർക്കറിയാം എല്ലാം. ഇതേ സെയിം പാറ്റേൺ ആണ് അവിടെ ഇതുപോലെ നമ്മളെ ഭയങ്കര ഉപദ്രവമായിരുന്നു. ഒരു ദാഗർ എന്ന് പറയുന്ന ഒരു തേർഡ് റേറ്റ് ക്രിമിനൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ കറകെ അടിക്കുക. ഡൽഹിയിൽ ഇത് തന്നെ എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറെ ക്രിമിനൽസിന്റെ എല്ലാം നല്ല കറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. എല്ലാവരുടെയും വീഡിയോസ് നമ്മുടെ കയ്യിൽ കറക്റ്റ് ആയിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. പലത് കാണിച്ചു കൂട്ടുന്നത്, പല തെമ്മാട്ടങ്ങൾ കാണിച്ചു കൂട്ടുന്നത് എല്ലാം നമ്മൾ പിടിച്ചിട്ടുണ്ട്. കുറെ കള്ളുകൂടിയത്തികളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവളുമാരുടെയൊക്കെ കോപ്രായങ്ങളെല്ലാം നമ്മൾ പിടിച്ചിട്ടിട്ടുണ്ട്. കുറെ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നവർക്കാണ് ഉണ്ടായിരുന്നു. അഭിനയിച്ചൊന്ന് തകർക്കുമായിരുന്നു. ഓസ്കാർ കൊടുക്കണമെന്ന് പറഞ്ഞു. ഓസ്കാർ നമ്മുടെ വീട്ടിൽ നമ്മൾ മാനമര്യാദയ്ക്ക് രാവിലെ ഉപ്മാ ഉണ്ടാക്കി എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. വെള്ളം തിളപ്പിച്ചു, കറി വെക്കുന്നു, മെഴുക്കുവരട്ടി വെച്ചു. ഇതെല്ലാം കഴിഞ്ഞു. ഇനിയും കുറെ ഭാഗം ഇങ്ങനെ കിളച്ചിട്ട് കൊടുത്തു. ഇതെല്ലാം ചെയ്ത് നമ്മൾ നമ്മുടെ വീട്ടിലിരിക്കുകയാണ്. ഇവന്മാർ നമ്മളെ കുറിച്ച് കഥയുണ്ടാക്കുക. പിന്നെ ഇതിനിടയിലാണ് നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നല്ല കറക്റ്റ് ആയിട്ട് ഇതൊക്കെ ചെയ്ത് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാൾ നല്ല ഒന്നാമത് മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളാണ്. നമുക്കൊന്നും ഒരു കുന്തവും തരത്തില്ല. ഇവന്മാരായിട്ട് വെറും വ്യാമോഹമാണ്. വ്യാമോഹം കൊണ്ട് നടക്കുകയാണ്. പിന്നെ എൻ്റെ അച്ഛനെ എന്നെ ജനിപ്പിച്ചത് ഫ്രീലായി പഠിക്കൊന്നും ബിജുപിക്കൊന്നും എന്റെ ഡിഗ്രി ഒന്നും വെച്ച് എടുത്ത് ഇവിടുമാർക്ക് പുട്ടടിക്കാനല്ല എൻ്റെ അച്ഛൻ എന്നെ ജനിപ്പിച്ചത്. ഫ്രീലായി പഠിക്കണം പറയുന്ന മുതുകള്ളി. നമുക്ക് നാട്ടുകാരോട് നിങ്ങൾ ഒന്ന് ചോദിച്ചു നോക്കി ഇവിടെ ഭർത്താവ് എങ്ങനെ ചപ്പയെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ഇവിടെ ഭർത്താവ് കെട്ടിത്തൂങ്ങിയതാണ് പറയുന്നത്. കെട്ടിത്തൂങ്ങിയതല്ല, കെട്ടിത്തൂക്കിയതാ. കൊന്നേച്ച് കെട്ടിത്തൂക്കിയിട്ട് നടക്കുകയുള്ളമാര് എങ്ങാണ്ട് കേട്ടൊക്കെ ഇടുന്നത്. ആ രാജമ്മയെന്ന് പറഞ്ഞവളാ മുതുകള്ളി. അവളാണ് എന്നെ വിളിച്ചത് മുരളി മരിച്ചെന്ന് പറയാൻ. എങ്ങാണ്ട് അവളെ പറച്ചിലൊക്കെ കേണക്കണം. എങ്ങാണ്ട് പിശാചിനി. ആ പിശാചിനി ഇവിടെ എവിടുന്ന് ഓടിച്ച് അവളാ നമ്മളെ വിളിച്ച് 2017 ഞാൻ ദിവസം മറക്കത്തില്ല. 2017 അവളാണ് എന്നെ വിളിച്ച് പറയുന്നത് മുരളി മരിച്ച കാര്യം.
തിരുവല്ല എനിക്കോ തിരുവല്ലയില് കഴിക്കാൻ കയറിയതാണ് നമ്മളിത് കഴിക്കാൻ മാതാന്ന് അങ്ങനത്തെ ഒരു ഹോട്ടലാണ്. നമ്മള് കഴിച്ചു കേട്ട് അവര് നമ്മളോട് പൈസ പോലും വാങ്ങിക്കില്ല. നമ്മളെ ഈ വിട്ട് മുരളി മരിക്കുന്ന ഞങ്ങൾക്ക് ഏത് മുരളി വെറും 10-38 വയസ്സുള്ള ഒരുത്തനെ കൊന്ന് കെട്ടിത്തൂക്കിയിട്ടാണ് ആ തേവിടിച്ച് ഇതുപോലെ തെമ്മാടിയെ കാണത്തില്ല അവള്. ഇവിടെ ഭർത്താവിനെ ഇതുപോലെ കൊന്ന് കൊല വിളിച്ചതാ. 10 മാസം കൊണ്ട് അവനെ റെഡിയാക്കി. അവിടെ ഒരു പ്രഗ്നന്റ് ആയിരുന്നു. അവിടെ പോയി പൈറ്റിക്കിടന്ന കൊച്ചിനെ ചത്ത കൊച്ചിനെ പ്രസവിച്ചവള് ആശുപത്രി എന്തോന്റെ പേര് പുഷ്പഗിരി ആശുപത്രി പോയി. ഇങ്ങനത്തെ കുറെ ആശുപത്രികളുണ്ട് ഇവക്ക്. ഇവള് പോയിരുന്ന് അവളെ കൊന്ന് കൊല വിളിച്ചു വന്നതാ. എന്നെ ഇതുപോലെ റെഡിയാക്കാനായിരുന്നു. ഇവളുടെ ഈ രാജമ്മ എന്ന് പറയുന്ന ബന്ധു ഒരു ജനാർദ്ദനുള്ള ഭർത്താവിന്റെ രണ്ടാമത്തെ ഭർത്താവിന്റെ ഇവിടെ 1 സെന്റ് സ്ഥലം പോലും അവളെ സ്വന്തം കാട്ടിന് വാങ്ങിച്ചിട്ടില്ല. ഈ രാജമ്മ എന്ന് പറയുന്നത് 1 സെന്റ് സ്ഥലം പോലും അവള് ഈ രാജമ്മ എന്ന് പറയുന്നവള് വാങ്ങിച്ചിട്ടില്ല. അവള് കുറെ കഷായം ഉണ്ടാക്കി ഇവളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞവള് കുറെ കഷായം ഉണ്ടാക്കി വിറ്റവള്. കഷായം ഉണ്ടാക്കി വിറ്റേച്ച് അതിനകത്ത് ഡയറ്റപ്പം എന്നൊക്കെ പറയുന്ന മരുന്ന് കലക്കിയായിരുന്നു നാട്ടുകാർക്ക് കൊടുക്കുന്ന ഇവള് കൊടുത്ത് അങ്ങനെ കൊടുത്ത് കുറെ കാശൊക്കെ ഉണ്ടാക്കി കള്ളി ഡയറ്റപ്പം എന്റെ കൺമുന്നിലുണ്ട്. എന്നിട്ട് അവസാനം ചില മെഡിക്കൽ സ്റ്റോർ മേലെ ഇനി വരുന്നത് ഇത് ഇവിടെ തരാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ എന്ന് ചോദിച്ചു എനിക്ക് ഉറക്ക ഗുളിയെ മറ്റേ അതുപോലൊക്കെ ഉള്ളത് വല്ലതും നിങ്ങൾക്ക് കിട്ടുമോ? ഒരു ഉറക്ക ഗുളിയെ കിട്ടത്തില്ല നിങ്ങൾക്ക് വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷൻ. പക്ഷെ എന്നിട്ടും കള്ളത്തരങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഈ ലോകത്ത് പല കള്ളത്തരങ്ങളും. ഇവളിങ്ങനെ നടക്കുക കുറെ മരുന്നും മന്ത്രമൊക്കെ ആയിട്ട് ഇവള് ചാക്കിനകത്ത് കെട്ടിയാ നടക്കുന്നത്. ഇവിടെ അഭിനയിച്ചൊക്കെ നടക്കും. ഇതുപോലെ തന്നെ ഈ കുട്ടക്കാര് മാസ്ക് വെച്ച് നടക്കുന്ന പോലെ ഇവിടെ മാസ്ക് വെച്ച് നടക്കുന്നേ. ഇവിടെ ആരാ ഇവിടെ 1 സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ടില്ല ഇവിടെ നമ്മൾ പിടിച്ചു വയ്ക്കാൻ. ഇവിടെ മാസാമാസം 500 സാരി വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു ഇവള്. ഇതൊക്കെ എന്തോ ഇരുന്നിട്ടാ ഇവിടെ 500 രൂപ വെച്ച് നമ്മളെ കൊണ്ട് 5000 രൂപയുടെ സമ്പാദിച്ചോളാം ഇവിടെ രാജമ്മ എന്ന് പറയുന്ന കള്ളി 500 രൂപ. ഒരു 500 രൂപ ഇവിടെ 500 രൂപ വന്നിട്ടാണോ ഞങ്ങൾ പഠിച്ചത്? എന്റെ അച്ഛന് ഇപ്പോഴും JC എന്റെ അച്ഛൻ JC ആയിരുന്നു. നമ്മളോട് തിരക്കി നോക്കാം. എന്റെ അച്ഛന് 38,000 ചില്ലറ രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്. ഇവിടെ വല്ലതും വേണോ രാജമ്മയുടെ? ഈ രാജമ്മ എന്ന് പറയുന്നത് ആരാ? പക്ഷെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഒരു മുറി വീടുണ്ടാക്കിയിട്ടില്ല ഇവിടെ. ഇത് കണ്ടതിന്റെ അകത്തെല്ലാം താമസിച്ച് പിടിച്ചു കളിക്കാനായിട്ട് ഇവിടെ വന്ന് താമസിച്ചു. രാജമ്മ എന്റെ അമ്മച്ചിയുടെ ഒരു ട്വിൻ സിസ്റ്റർ ആണെന്ന് പറയുന്നത്. ഇതുപോലൊരു കെടുമ്പ് ഇങ്ങനത്തെ ഒരു തേർഡ് റേറ്റിനെ കാണാൻ കിട്ടത്തില്ല ഇവിടെ. മെഡിക്കൽ മാഫിയ ഇവിടെ മെഡിക്കൽ മാഫിയ. IG ഗോപാലൻ ഉണ്ട്, മറ്റേവരുണ്ട്, കുറെ IG മാരെല്ലാം ഇത് പിടിച്ചു വെച്ചിരിക്കുക. ഉണ്ട് കുറെ പോലീസും എല്ലാം ഇതുപോലെ. ഇപ്പൊ വിനോദ് കുമാർ എന്ന് പറഞ്ഞ ഒരുത്തനെ DSPയോ DGPക്കോ കിട്ടിയില്ലയോ? അതുപോലെ കുറെ കള്ളന്മാർ ഇവന്മാരുടെ കയ്യിലുണ്ടിങ്ങനെ കള്ളന്മാര് എല്ലാവരും ഇങ്ങനെ ഇവന്മാര് നടക്കുക. കളക്ടറിനെ കൊണ്ട് ഇതാക്കുന്നു. നമ്മുടെ ജോലി ചെയ്ത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇവനൊക്കെയാണ് നമ്മളെ കുറിച്ച് കഥയുണ്ടാക്കാന്. സോമരാജന് മറ്റവനാ എന്റെ വീട്ടിലെ എല്ലാവർക്കും കുഴപ്പമുണ്ടെങ്കിൽ ഇതാക്ക്. എന്റെയൊക്കെ വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ തിരക്കി നോക്കിയാൽ മതി. ഇവന്റെ മോഹൻസിംഗ് എന്ന് പറയുമ്പോൾ കെട്ടി ബന്ധമൊഴിച്ച് നടക്കുക. ഇവന്റെ അതുപോലെ പലയിടത്തും ഈ സോമരാജൻ എന്ന് പറയുന്ന വീട്ടിലേക്ക് വേറെ വീടുകളിലെല്ലാം ബന്ധമൊഴിഞ്ഞ് നടക്കുക. ഇവൻ LG നിവാസിലെ ഒരു രാജേഷ് സിംഗ് നിങ്ങളൊന്ന് തിരക്കി നോക്കിയാൽ അതിന്റെ വെല്ലുവിളയും ചോദിക്കും. വെല്ലുവിളയും മോളും ഈ സോമരാജൻ നിത്യ അവിടെ സന്ദർശകനല്ലായിരുന്നു. ഈ റോഡിലുള്ളവരോടെല്ലാം തിരക്കി നോക്കിയാൽ മതി. നിത്യ സന്ദർശകനായിരുന്നു ഈ LG നിവാസിലെ. നാട്ടുകാരനെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിയമ്മയും മരുമോളെ ഒരുപോലെ ഒരുപോലെ കൂടെ എന്താന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ പറഞ്ഞു നടന്നത് ഇതിനെ കുറിച്ച്. അതുപോലെ പിന്നെ പുരുഷൻ എന്ന് പറയുന്ന ഒരു മാമന്റെ വീട്ടിൽ നിന്ന് പുരുഷൻ മാമൻ എന്ന് പറയുന്ന ഒരു മാമനുണ്ട്. ഈ LG നിവാസിലെ ലീലയുടെ ആങ്ങളയുടെ മരുമോളെ ഇതുപോലെ അവിടെ നിന്ന് വിളിച്ചിറക്കി ഈ വില്ലയെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുമായിരുന്നു. അപ്പൊ നാട്ടുകാരെല്ലാം പറയുന്നത് ഇപ്പം സോമരാജൻ വില്ലയിലെ ഡള്ളൊക്കെ കിടക്കാനാ പോകുന്നതെന്ന്. ഇങ്ങനെല്ലാം പറയുന്ന ഇവന്മാരാണ് നമ്മളെ കുറിച്ച് കഥയുണ്ടാക്കുക. ജോലി നമ്മൾ നമ്മുടെ വീട്ടിലെ ജോലി ചെയ്ത് ജീവിക്കുന്നത്. യൂട്യൂബിനകത്തുണ്ടല്ല സകല സംഗതികളും. ദീപാവലിക്ക് ഇന്ന് January 8, 2026. ഇപ്പം 11/17